ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷമുള്ളൊരു കാര്യം ഏറ്റവും ആദ്യമേ തന്നെ പറയട്ടെ. അതായത് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ 50,000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. നിങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ള യൂട്യൂബ് ചാനലുകളെല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കിത് വളരെ നിസ്സാരമായിട്ടുള്ള വളരെ ചെറിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് അത് വളരെ വലിയൊരു കാര്യമാണ്. എൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടായിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു 50,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ഒരു മൈൽ സ്റ്റോണിൽ കാണുന്നത്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ആൻഡ് ഇനിയും നല്ല നല്ല കോണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്നെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളെയും അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട് ഞാൻ പരമാവധി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ സപ്പോർട്ട് തുടർന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള ഒരു ട്രേഡിൻ്റെ ഒരു അനാലിസിസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ്. ഞാൻ എങ്ങനെയാണ് ആ ട്രേഡ് എടുത്തത്, എന്തുകൊണ്ടാണ് ആ ട്രേഡ് എടുത്തത്, അതിൻ്റെ റീസൺ എന്താണ്, എൻ്റെ സ്ട്രാറ്റജി, ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജി എന്താണ്, ആൻഡ് ഞാൻ എങ്ങനെയാണ് എൻ്റെ റിസ്ക് ഇവിടെ മാനേജ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് പൊസിഷൻ സെറ്റിംഗ് ചെയ്തിട്ടുള്ളത്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാനൊരു ട്രേഡ് എടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോവാണ്. ഇത്തരത്തിലുള്ള വീഡിയോസ്, അതായത് ഒരു ലൈവ് ട്രേഡിൻ്റെ അനാലിസിസ് വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോസ് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. സോ ഞാൻ ചെയ്യുന്നൊരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ഇനിയും തുറന്ന് ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് പരമാവധി ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്ന എല്ലാ ട്രേഡ്സിൻ്റെയും ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ഈ ട്രേഡ് എടുത്തിട്ടുള്ളത് ആൻഡ് അതിൻ്റെ കുറേ പരിപാടികൾ നമുക്ക് നോക്കാം. ഇന്ന് ഈ ഒരു ട്രേഡ് എടുക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ നമ്മുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ സ്റ്റുഡൻസ് ഓൺലി ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ ഞാനൊരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു. ലൈവായിട്ട് നമ്മൾ എല്ലാ ആഴ്ചയും നമ്മൾ പോകാറുണ്ട്. സോ ലൈവ് പോയപ്പോൾ അവിടെ ഞാൻ നടത്തിയിട്ടുള്ള ഒരു അനാലിസിസ് ബിറ്റ്കോയിനെ പറ്റിയിട്ടുള്ളതായിരുന്നു. ബിറ്റ്കോയിൻ ഡൊമിനൻസിനെയും ഡോളർ ഇൻഡെക്സിനെയും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക, മൊത്തത്തിലുള്ളൊരു മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ ഞാൻ ആ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഈ ഒരു ചാർട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനൊരു തീരുമാനമാക്കണം, എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തടേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും, ഇത് ഒരു പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസിനകത്ത് നിന്നുകൊണ്ട് ബിറ്റ്കോയിൻ ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ മാർക്കറ്റ് ക്യാപ് ഡോമിനൻസിലേക്ക് പോയി കഴിഞ്ഞിട്ട് മാർക്കറ്റ് ക്യാപ് ഡോമിനൻസിൻ്റെ ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് മാർക്കറ്റ് ക്യാപ് ഡോമിനൻസ് ഒരു ഹൈയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ക്യാപ് ഡോമിനൻസ് ഒരു ഹൈയർ ഹൈ അവിടെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഞാൻ ഈ ട്രേഡ് എടുത്ത സമയം എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഏരിയയിലായിരുന്നു. മാർക്കറ്റ് ക്യാപ് ഡോമിനൻസ് ഏകദേശം ഒന്ന് താഴോട്ട് പോകുന്നത്, ഏകദേശം ഈ ഒരു താഴേക്ക് പോകുന്ന ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ നമ്മുടെ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ഡോമിനൻസ് സൈക്കിൾ എന്ന് പറയുന്ന ഈ ഒരു ചാർട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഈ ചാർട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നമ്മുടെ സ്റ്റുഡൻസിന് ഞാൻ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞു പോകാറുള്ളതാണ്. ഞാനത് ചുരുക്കി പറയാം. ജസ്റ്റ് ഈ ഡോമിനൻസ് സൈക്കിൾ മനസ്സിലാക്കുക. ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് ഏത് രീതിയിലാണ് പോകുന്നത് ആൻഡ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏത് രീതിയിലാണ് പോകുന്നത്, അതിനനുസരിച്ചായിരിക്കും ഒരു ഓൾട്ട് കോയിൻസിൽ അതിൻ്റേതായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് കൂടെ കാണാൻ പറ്റുന്നത് താഴോട്ടാണ്, ഇവിടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് താഴോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ബിറ്റ്കോയിൻ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ അവിടെ സ്റ്റേബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. കാര്യമായിട്ടൊരു കൃത്യമായിട്ടുള്ള ട്രെൻഡ് മേലേക്കും കാണിക്കുന്നില്ല, താഴേക്കും കാണിക്കുന്നില്ല. ഏകദേശം ഈ ഒരു ഏരിയയിലായിരുന്നു ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്ന ഈ ഒരു ഏരിയയിലായിരുന്നു ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിൽക്കുന്നുണ്ട്. സോ അതൊരു വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഞാൻ അവിടെ ചാർട്ട് റിപ്ലൈ കാണിച്ചു തരാം. ഇവിടെയായിരുന്നു ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. സോ അതൊരു സ്റ്റേബിൾ കണ്ടീഷനാണ്. ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് താഴേക്ക് പോകുന്ന സമയത്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഓൾട്ട് കോയിൻസ് ഇൻക്രീസ് ചെയ്യാനാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ ഈ ബിറ്റ്കോയിൻ ഡോമിനൻസ് സൈക്കിളിലുള്ള ഏറ്റവും ലാസ്റ്റ് ആ ഒരു കണ്ടീഷനാണ് എൻ്റെ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺ. ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് ജസ്റ്റ് ഒന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ബിറ്റ്കോയിൻ്റെ പ്രൈസ് അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്, ദെൻ അവിടെ ഓൾട്ട് കോയിൻസ് ഒന്ന് ഇൻക്രീസ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അതാണ് എൻ്റെ ഈ ഒരു ട്രേഡ് എടുക്കാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത് ജാസ്മി എന്ന് പറഞ്ഞൊരു ടോക്കണിലായിരുന്നു. ജാസ്മി എന്ന് പറഞ്ഞ ടോക്കണിലായിരുന്നു ഞാൻ എൻ്റെ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ജാസ്മിയിൽ ട്രേഡ് എടുക്കാനുണ്ടായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു 1 hour ടൈം ഫ്രെയിമിലേക്ക്, ജാസ്മിയിൽ ഒരു 1 hour ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പ്രൈസ് അത്യാവശ്യം പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം പ്രൈസ് ഒരു റീട്രേസ്മെൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് ഒന്ന് റീട്രേസ്മെൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റീട്രേസ്മെൻറ്റ് ഏരിയയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പാരലൽ ചാനൽ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു പാരലൽ ചാനൽ നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ആ പാരലൽ ചാനലിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് കൂടെ കിട്ടുകയാണെങ്കിൽ അവിടെയായിരുന്നു ഞാൻ എൻട്രി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്കൊരു ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകാൻ ഞാനൊരു 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയത് ഈ രീതിയിലാണ്, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ഇതൊരു ബ്രേക്ക് ഔട്ട് ആണോ? അല്ല, കാരണം ഇതിൻ്റെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ആ ഒരു ഹൈ ഷാഡോസ് വളരെയധികം റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഹൈ ഷാഡോസ് ഒരു റിജക്ഷൻ സംഭവിച്ചുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. സോ അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് അല്ല. ദെൻ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ദെൻ വെയിറ്റ് ചെയ്ത് നമുക്ക് ഇതാ കിട്ടിയിട്ടുള്ളത് ഇത്തരത്തിലുള്ളൊരു ബ്രേക്ക് ഔട്ടാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ഞാൻ ട്രേഡ് എടുത്തില്ല. കാരണം എന്താണ്? ഞാനൊരു 5 മിനിറ്റ്സ് ടൈം ഫ്രെയിംസിലേക്ക് പോയപ്പോൾ അവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രീതിയിൽ ഈ ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ഓക്കെ, നമുക്ക് ഈ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുള്ള ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. അവിടെ ഇവിടെ ഒരു മാനിപ്പുലേഷൻ സംഭവിച്ചതിന് ശേഷം പ്രൈസ് തിരിച്ച് ആ റെസിസ്റ്റൻസ് ലെവലിൽ താഴേക്ക് വന്നു. എൻ്റെ അവിടെ നിന്ന് താഴേക്ക് പോയിട്ടുണ്ട്. ആൻഡ് വീണ്ടും ആ റെസിസ്റ്റൻസ് ലെവൽ ടെസ്റ്റ് ചെയ്യുന്നു, താഴേക്ക് പോകുന്നുണ്ട്. വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു, താഴേക്ക് പോകുന്നുണ്ട്. സോ വീണ്ടും ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതൊരു ബ്രേക്ക് ഔട്ട്, പ്രോപ്പറായിട്ട് ആ റെസിസ്റ്റൻസ് ലെവലിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സൈൻ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവിടെ ഒരു ട്രേഡ് എടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ട് അവിടെയാണ് ഞാൻ സാധാരണയായിട്ടൊരു എൻട്രി നോക്കാറുള്ളത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ അവിടെ ഉണ്ട്. സോ അവിടെ ഒരു ട്രേഡ് പോസിബിൾ അല്ല. ഓക്കെ, ദെൻ ഞാൻ അവിടെ നോക്കിയ കാര്യം ഈ റെസിസ്റ്റൻസ് ലെവൽ പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ട് സംഭവിക്കണം. ഈ റെസിസ്റ്റൻസ് ലെവലിൽ പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് നോക്കാം പ്രൈസ് പിന്നെ എങ്ങനെ പോയിട്ട് നോക്കാം. ജസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ട് അവിടെ. പക്ഷേ ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമോ? കാരണം എടുക്കാൻ പറ്റില്ല. കാരണം മുൻപ് ഇവിടെ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഹണ്ടൊക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, റെസിസ്റ്റൻസ് ലെവൽസ് എന്നൊക്കെ പറയുമ്പോൾ ആ റെസിസ്റ്റൻസ് ലെവലിന് മേലെ റെസിസ്റ്റൻസ് ഓർ സപ്പോർട്ട് ലെവലൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് മേലെയും താഴെയും ഒക്കെ ആയിട്ട് ഒരുപാട് ലിക്വിഡിറ്റി അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസസ് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. സോ അതെടുത്തുകൊണ്ട് പ്രൈസ് തിരിച്ചിറങ്ങാനായിട്ടുള്ള ചാൻസ് ഇവിടെ വളരെയധികം കൂടുതലാണ്. ഇവിടെ സംഭവിച്ച പോലെ തന്നെ ഇവിടെ കൂടുതലാണ്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ട്രേഡ് ഞാൻ നോക്കി, ബ്രേക്ക് ഔട്ട് ഞാനൊരു ട്രേഡ് നോക്കില്ല. എനിക്ക് വീണ്ടും കുറച്ചുകൂടെ കൺഫർമേഷൻസ് വേണ്ടത് അത്യാവശ്യമായിരുന്നു. ഓക്കെ, ഞാൻ വീണ്ടും നോക്കി. ആൻഡ് വീണ്ടും നോക്കിയപ്പോൾ പ്രൈസ് ഒന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, പ്രൈസ് താഴേക്ക് ഇവിടെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്കൊരു ഷോർട്ട് പൊസിഷൻ എടുക്കാമായിരുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇവിടെ സംഭവിച്ച പോലെ തന്നെ, മുൻപോട് സംഭവിച്ച പോലെ തന്നെ മേലുള്ള ലിക്വിഡിറ്റി മുഴുവനായിട്ട് എടുത്തു. ദെൻ പ്രൈസ് തിരിച്ചിറങ്ങുമ്പോൾ അത് താഴേക്ക് പോകാനാണ് ചാൻസ് കൂടുതലുള്ളത് അല്ലേ? നമ്മൾ മുൻപൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോയിൽ നമ്മൾ ഇത് സെയിം കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഞാൻ ഷോർട്ട് പൊസിഷൻ എടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ ഹയർ ടൈം ഫ്രെയിമിൽ എൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബുള്ളിഷാണ്. ഹയർ ടൈം ഫ്രെയിമിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് പ്രൈസ് മുകളിലേക്ക് പോകുമെന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഞാൻ അവിടെ ആകെ നോക്കുക ബുള്ളിഷ് ആയിട്ടുള്ള എന്തെങ്കിലും സൈൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, അല്ലാതെ ഉള്ള ഒരു കാര്യവും ഞാൻ അവിടെ നോക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രൈസ് തിരിച്ച് താഴേക്ക് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അവിടെ നിന്ന് പ്രൈസ് വീണ്ടും തിരിച്ച് നല്ലപോലെ മേലേക്ക് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഫേം ആയി ഓക്കെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ അതേ ഡയറക്ഷനിലേക്ക് തന്നെയാണ് പ്രൈസ് പോകുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയാണ് ഞാനിവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കിയത്. ഞാൻ പിന്നെ ഈ ഒരു ബ്രേക്ക് ഔട്ട്, ഈ ഒരു പ്രോപ്പറായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ദെൻ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് അവിടെ നിന്ന് തിരിച്ച് മേലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ടൊരു ബുള്ളിഷ് ട്രെൻഡ്, ഒരു അപ് ട്രെൻഡ് ഇവിടെ ഫോം ആകുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു മാർക്കറ്റ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുക എവിടെയാണ്? ഇവിടെയാണോ കിട്ടുക? അല്ല. ഇവിടെയാണോ കിട്ടുക? അല്ല. ഇവിടെയാണോ? അല്ല. ഇവിടെയാണോ? അല്ല. നമുക്ക് എപ്പോഴും ആ റീട്രേസ്മെൻറ്റിൻ്റെ അവസാനത്തിലായിരിക്കും നമുക്ക് ആ ഒരു ബെസ്റ്റ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുക, ബെസ്റ്റ് എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടുക. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു റീട്രേസ്മെൻറ്റ്, ഓക്കെ, ഇപ്പോൾ പുതിയൊരു നിങ്ങൾക്കോട്ട് ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചിട്ടാ ഈ പ്രീവിയസ് ആയിട്ടുള്ള ഹൈ ബ്രേക്ക് ചെയ്യുന്നു. ദെൻ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ റീട്രേസ്മെൻറ്റ് എവിടെയാണോ അവസാനിക്കുക അവിടെയായിരിക്കും നമുക്കൊരു ബെസ്റ്റ് എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടുക. അപ്പോൾ നമുക്കറിയില്ല എവിടെയാണ് ഈ റീട്രേസ്മെൻറ്റ് അവസാനിക്കാൻ പോകുന്നത്, നമുക്കറിയില്ല. അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് റൂൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് റൂൾ ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ലോയിൽ നിന്നും പുതിയ ഹൈയിലേക്ക് ഞാൻ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ഫിബൊനാച്ചി ഗോൾഡൻ ലെവൽസിലായിരിക്കും മിക്കവാറും നമ്മുടെ റീട്രേസ്മെൻറ്റ് അവസാനിക്കുക. ദെൻ അവിടെ നിന്ന് പ്രൈസ് മേലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നമ്മുടെ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റിൻ്റെ 0.618 എന്ന് പറയുന്ന ലെവലിലാണ് ഞാൻ എൻ്റെ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റോപ്പ് ലോസ് പ്രീവിയസ് ആയിട്ടുള്ള ലോയിലാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ടാർഗറ്റ് -0.27 എന്ന് പറയുന്ന ഫിബൊനാച്ചി ലെവലിലാണ് ഞാൻ എൻ്റെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്.
ഇതായിരുന്നു എൻ്റെ എൻട്രി സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ ട്രേഡിൻ്റെ അനാലിസിസും അതിൻ്റെ ഒരു എൻട്രി സെറ്റപ്പ് ഇങ്ങനെയായിരുന്നു. നമുക്ക് നോക്കാം, എന്താ പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്. താഴേക്ക് വന്നിട്ട് ഇതാ നമ്മുടെ ഒരു എൻട്രി ട്രിഗർ ആയ സമയത്ത് ഇവിടെയാണ് നമ്മുടെ എൻട്രി ട്രിഗർ ആയിട്ടുള്ളത്. ഇവിടെയാണ് ഈ ഏരിയയിൽ വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പ്, നമ്മുടെ സ്റ്റുഡൻസ് ഓൺലി ഡിസ്കോഡ് ഗ്രൂപ്പിലേക്ക് ഞാൻ ഈ ട്രേഡ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ജാസ്മിയുടെ ആ ഒരു ട്രേഡ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് അതിനുശേഷം ആ ട്രേഡ് ഞാൻ ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും പ്രൈസ് ഏത് രീതിയിലാണ് പോയിട്ടുള്ളത് കാണാൻ പറ്റും. കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പുതിയ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രൈസ് മേലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ട്രേഡിൻ്റെ പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അനാലിസിസ് ഈ രീതിയിലായിരുന്നു, ആൻഡ് ഇതിൻ്റെ സെറ്റപ്പ് ഈ ട്രേഡിൻ്റെ എൻട്രി സെറ്റപ്പ് ഈ രീതിയിലായിരുന്നു. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു എൻട്രി സെറ്റപ്പും അതുപോലെ തന്നെ ചാർട്ട് അനാലിസിസും ഒക്കെ ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റും പൊസിഷൻ സൈസിങ്ങുമാണ്. അപ്പോൾ ഏത് രീതിയിലാണ് ഞാനിതിൻ്റെ റിസ്ക് മാനേജ് ചെയ്തിട്ടുള്ളത്, ഏത് രീതിയിലാണ് ഞാനിതിൻ്റെ പൊസിഷൻ സൈസ് ചെയ്തിട്ടുള്ളത്. പലരും ചോദിക്കുന്നുണ്ടായിരിക്കും, ക്യാപിറ്റലിൽ നിന്നും എത്ര രൂപ വെച്ചിട്ടാണ് ക്യാപിറ്റൽ മുഴുവൻ യൂസ് ചെയ്തുകൊണ്ടാണോ ട്രേഡ് എടുക്കാറ്, അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ എത്ര ശതമാനമാണ് ഒരു ട്രേഡ് എടുക്കാനായിട്ട് യൂസ് ചെയ്യാറെന്ന് പലരും ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് വെച്ചുകൊണ്ടൊരു ട്രേഡ് എടുക്കുക എന്നുള്ളതല്ല എൻ്റെ രീതി. എൻ്റെ സ്റ്റുഡൻസിന് അതറിയാം. ഇത്ര രൂപയല്ല, എത്ര ക്വാണ്ടിറ്റിയുടെ ട്രേഡ് എടുക്കണം. ഇപ്പോൾ ജാസ്മി എന്ന് പറയുന്ന ടോക്കൺ എത്ര ടോക്കണിൻ്റെ ട്രേഡ് എടുക്കണം. ഓക്കെ, അതിൻ്റെ പൊസിഷൻ സൈസാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ബിറ്റ് കോയിൻ ആണെങ്കിൽ എത്ര ബിറ്റ് കോയിൻ്റെ ട്രേഡ് എടുക്കണം, $100 ട്രേഡ് അങ്ങനെയല്ല ഞാൻ നോക്കാറ്. എത്ര ബിറ്റ് കോയിൻ്റെ ട്രേഡ്, അല്ലെങ്കിൽ എത്ര ആ പർട്ടിക്കുലർ ടോക്കൺ ഏതാണോ ആ ടോക്കണിൻ്റെ ട്രേഡ്, എത്ര ടോക്കണിൻ്റെ ട്രേഡാണ് എടുക്കേണ്ടത്, അതാണ് ഞാൻ മെയിനായിട്ട് നോക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ സാധാരണയായിട്ട് പൊസിഷൻ സെറ്റിംഗ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് അത് കൂടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ ക്രിപ്റ്റോ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ക്രിപ്റ്റോ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്യുക, ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് കിട്ടും, അതിലേക്ക് പോവുക. അതിൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് എത്രയാണെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് എത്രയാണെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എത്ര ശതമാനമാണ് റിസ്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 2% കൂടുതൽ ഒരിക്കലും നിങ്ങൾ റിസ്ക് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ എത്ര ശതമാനമാണ് നിങ്ങൾ റിസ്ക് ചെയ്യാനായിട്ട് പോകുന്നത്, അതിവിടെ എൻ്റർ കൊടുക്കുക. എൻ്റെ കേസിൽ ഞാൻ ജസ്റ്റ് 1% ആണ് ഈ ഒരു പർട്ടിക്കുലർ ട്രേഡിൽ ഞാൻ റിസ്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതിനുശേഷം നമ്മുടെ എൻട്രി പ്രൈസ് എത്രയാണ്, നമ്മുടെ എൻട്രി പ്രൈസ് എത്രയാണോ, സ്റ്റോപ്പ് ലോസ് പ്രൈസ് എത്രയാണോ, അത് രണ്ടും ഇവിടെ എൻട്രി കൊടുക്കുക. നമ്മൾ എൻട്രി എടുക്കുന്ന പ്രൈസ് എത്രയാണോ, നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ള പ്രൈസ് എത്രയാണോ, ഇത് രണ്ടും അവിടെ എൻട്രി കൊടുക്കുക. ദെൻ അതിനുശേഷം നമ്മൾ കാൽക്കുലേറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പൊസിഷൻ സൈസ് ക്രിപ്റ്റോ എന്ന് പറയുന്നിടത്ത് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയുടെ ഒരു ട്രേഡാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം അവിടെ കാണിച്ചു തരും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്. ഓക്കെ, നമ്മൾ ഏത് എക്സ്ചേഞ്ചാണോ ട്രേഡ് ചെയ്യുന്നത് അതിലേക്ക് പോവുക, നമ്മുടെ എൻട്രി പ്രൈസ് കൊടുക്കുക, ലിമിറ്റ് ഓർഡർ സെലക്ട് ചെയ്യുക, എൻട്രി പ്രൈസ് കൊടുക്കുക, ആൻഡ് താഴെ ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും, ഒരു ട്രേഡിംഗ് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. എത്ര ക്വാണ്ടിറ്റിയുടെ ആണെന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും. അവിടെ നമ്മൾ ഈ പൊസിഷൻ സൈസ് ക്രിപ്റ്റോ എന്ന് പറയുന്നിടത്ത് കിട്ടുന്ന ആ ഒരു വാല്യൂ എൻട്രി കൊടുക്കുക. ദെൻ ആ ഒരു ട്രേഡ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്, നിങ്ങൾ വെച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും നിങ്ങൾക്ക് അവിടെ സംഭവിക്കാൻ പോകുന്ന നഷ്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ വെറും 1% ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എത്ര പെർസെൻറ്റേജ് ആണ് അവിടെ റിസ്ക് പേഴ്സൻറ്റേജ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അത്രയും പേഴ്സൻറ്റേജ് ആയിരിക്കും നമുക്ക് അവിടെ ലോസ് സംഭവിക്കാൻ പോകുക. സോ അത് നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം, ഈ പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ റിസ്കിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. സോ അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതില്ലാതെ നിങ്ങൾ ഒരിക്കലും ട്രേഡ് എടുക്കരുത്. ഓക്കെ, ഞങ്ങളുടെ എല്ലാ ട്രേഡ്സും ഞാൻ എടുക്കുന്നത് ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ്, ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അത്യാവശ്യം വലിയ ക്യാപിറ്റലൊക്കെ ആണെങ്കിൽ ഒരു 1%-ന് താഴെ മാത്രമേ ഉള്ളൂ, 1% മാത്രമേ, 1% മേലെ ഞാൻ പരമാവധി റിസ്ക് ചെയ്യാറില്ല. കാരണം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രോഫിറ്റൊക്കെ പിന്നെ വരുന്ന കാര്യമാണ്, പ്രോഫിറ്റൊക്കെ പതുക്കെ വന്നോളും. നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്യാപിറ്റൽ വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. സോ നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് പതുക്കെ വന്നോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ട്രേഡിൻ്റെ ഒരു അനാലിസിസ്, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. സോ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ തന്നു, ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുള്ള ആൻഡ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ റിസ്ക് മാനേജ്മെൻറ്റ് ആയാലും പൊസിഷൻ സൈസിങ് ആയാലും ഇതിനെല്ലാം പറ്റിയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഓക്കെ, കാരണം അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായാൽ മാത്രമേ മുൻപോട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്കതൊരു പ്രചോദനമാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ ലൈക്കുകളും ഒക്കെയാണ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.